വചനമൊഴി ജനുവരി 17. വചനഭാഗം 2 കൊരിന്തോസ് 11, 21, 31. മത്തായിയുടെ സുവിശേഷം 16, 13, 19. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ മാബ്ദാന എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈശോ അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ അനുഗ്രഹീതൻ. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹാകാലം 2-ാം വെള്ളിയാഴ്ചയായ ഇന്ന് പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് നാം വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിന്റെയും പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിന്റെയും അനന്യത എടുത്ത് കാണിക്കുന്ന വചനഭാഗങ്ങളാണ്. പത്രോസ് മിശിഹായെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ഏറ്റുപറഞ്ഞ വ്യക്തിയാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? തങ്ങളുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ ശിഷ്യന്മാർ നൽകിയപ്പോൾ വീണ്ടും ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്ക് ഒരു മാറ്റമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈശോ മറുപടി പറയാണ്, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. പത്രോസിന്റെ ദൈവാനുഭവമാണ്, മിശിഹാനുഭവമാണ് പത്രോസ് ഇവിടെ പ്രഘോഷിക്കുന്നത്. അനുഭവത്തിന്റെ തലത്തിൽ കൂടെയായിരിക്കുന്ന ഈശോയെ കുറിച്ച് പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നതാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈശോയുടെ പ്രവർത്തനങ്ങളും ഈശോയുടെ വാക്കുകളും അനുഭവിച്ച പത്രോസാണ് അവിടുത്തെ ദൈവപുത്രത്വം ഏറ്റുപറയുന്നത്. അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്കുള്ളൊരു മാറ്റമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലും മിശിഹായെ അനുഭവിക്കുന്നവരാണ്. അറിവിന്റെ തലത്തിൽ നിന്നുമാണ് നാം മിശിഹായെ അനുഭവിക്കുന്ന തലത്തിലേക്ക് വന്നത്. ഈശോയെ അറിഞ്ഞ നമ്മൾ അനുഭവത്തിന്റെ തലത്തിലേക്ക് വരികയാണ്. അറിവിന്റെ തലത്തിൽ നിന്നും അനുഭവത്തിന്റെ തലത്തിലേക്ക് വരുവാനായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെ മിശിഹായെ പ്രഘോഷിക്കുവാനുമായിട്ടുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിലും പൗലോസ് തൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവും ദൈവമായ മിശിഹായെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അറിവിൻ്റെ തലത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വളരുവാനും മിശിഹായ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനും ജീവിതത്തിലൂടെ അവിടുത്തേക്ക് സാക്ഷ്യം നൽകുവാനും പ്രഘോഷിക്കുവാനും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.